പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ്റെ മീനമാസത്തിലേക്കുള്ള ചാരവശാലുള്ള പ്രവേശനവും ശുഭാശുഭ ഫലങ്ങളുമാണ്. ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക. 12 രാശികളിലും സൂര്യൻ ഓരോ രാശികളിലും മാറി മാറി സഞ്ചരിച്ച് ഇപ്പോൾ സൂര്യൻ മീനൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സൂര്യൻ മീനൻ രാശിയിലേക്ക് പ്രവേശിച്ചത് 1201 മീനമാസം 1-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 15-ാം തീയതി കാലത്ത് 1 മണിക്കാണ്. ആ സമയത്തായിരുന്നു മീനരവി സംക്രമം നടന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി സൂര്യൻ ശത്രുക്ഷേത്രത്തിലായിരുന്നു, മകരത്തിലും കുംഭത്തിലും. യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ബലം, സൂര്യൻ്റെ പ്രഭാവം ആരംഭിക്കുന്നത് മീനൻ രാശിയിൽ, സ്വന്തം സുക്ഷേത്രമായ മീനൻ രാശിയിൽ പ്രവേശിക്കുന്ന സമയം മുതലാണ്. ഏതായാലും ഈ മീനമാസക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കണം. മീനൻ രാശിയിൽ നിൽക്കുന്ന സൂര്യന് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ആശ്രയഫലം ഇപ്രകാരമാണ്: തോയോത്ഥ പണ്യ വിഭവ വനിതാധൃത അന്ത്യേ. ഇദ്ദേഹം വനിതകളാൽ ആദരിക്കപ്പെടും. 1. തോയോത്ഥ പണ്യ വിഭവ, ജലവുമായി ബന്ധപ്പെടുന്ന ക്രയവിക്രയങ്ങളിലൂടെ ഇദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് ലഭിക്കും. അതിനാൽ ഈ മീനമാസം എന്ത് വന്നാലും ഗൾഫിൽ ഇന്ന് നേരിടുന്ന, മിഡിൽ ഈസ്റ്റിൽ നേരിടുന്ന ഇറാൻ അമേരിക്ക യുദ്ധത്തിലൊക്കെ തന്നെ ഒരു തീരുമാനം, വെള്ളത്തിലൂടെയുള്ള ചരക്ക് ഗതാഗതം അല്ലെങ്കിൽ ഓയിൽ റിഫൈനറിയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകാൻ പര്യാപ്തമാകും ഈ മീനമാസത്തിലെ സൂര്യനെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൂര്യൻ മീനമാസത്തിൽ അങ്ങേയറ്റം അത്യുച്ചത്തിൽ രാശിയിലേക്ക്, ഉച്ചരാശിയിലേക്ക്, മേടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. അതിനാൽ മീനത്തിൽ സൂര്യന് വളരെയധികം പ്രാധാന്യമുണ്ട്. സൂര്യൻ ചുട്ടുപൊള്ളുന്നൊരു ഗ്രഹമാണ്. അതിനാൽ തൻ്റെ പരിസരത്തിനെ മുഴുവനും എന്ത് ചെയ്യും? തൻ്റെ രശ്മികളാൽ സൂര്യൻ അങ്ങേയറ്റം എന്ത് ചെയ്യും? പീഡിപ്പിക്കും. സൂര്യാതാപം ഏൽക്കേണ്ട സമയമാണ്. വലിയ ബുദ്ധിമുട്ടാണ്. നടന്നു പോകുമ്പോൾ പോലും സൂര്യരശ്മികൾ അതിൻ്റെ വല്ലാത്തൊരു അനുഭവത്തിലേക്ക്, ചൂടിലേക്ക് പ്രവേശിക്കുന്ന സമയമാണെന്ന് കൂടി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. ഇവിടെ നാം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ സൂര്യൻ നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്, മീനത്തിലാണ്. സൂര്യൻ ഭാഗ്യാധിപനാണ്. ധനരാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു പ്രത്യേകതയുണ്ട്: പിതൃധനി, പിതാവിൻ്റെ ധനം, പാരമ്പര്യമൊക്കെ കിട്ടുക. ഒരുപക്ഷെ ഈ സമയത്ത് വളരെ കഷ്ടപ്പെട്ട് പിതാവിൻ്റെ ജോലിയൊക്കെ ലഭിക്കുവാനുള്ളൊരു സമയമുണ്ട്. മീനത്തിലെ സൂര്യൻ അങ്ങനെയൊരു ഗുണം തരും. അപ്രകാരം ജോലി സങ്കേതങ്ങളിൽ സ്ത്രീകളുടെ ആദരവിന് പാത്രമാകും. സ്ത്രീകൾ വളരെയധികം ഉയർന്ന പൊസിഷനുള്ള സ്ഥലത്ത് ജോലി ചെയ്യുവാനുള്ള ഒരു അവസരം ലഭിക്കുക, അവരുടെ ഒരു സ്നേഹവാത്സല്യങ്ങൾ, ഭാജനങ്ങൾക്ക് പാത്രമാവുക, അതിനൊക്കെ അനുകൂലമായ സമയമാണ്. പക്ഷേ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അനാവശ്യമായ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കും. വിസുഖ പീഡിത മാനസ ചതുർത്ഥ എന്നാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. വിഗതം സുഖം യസ്യസഹ, സുഖം കൈവിട്ടു പോവുക. അസ്വസ്ഥത മനസ്സിന് ധാരാളം ഉണ്ടാകും. പീഡിത മാനസഹ, പീഡിതം മാനസം ഏനസഹ, പീഡിതമായ മനസ്സോടുകൂടി ഇരിക്കുക. എന്നാൽ മനസ്സിനും ശരീരത്തിനും അസ്വസ്ഥത വളരെയധികം ശ്രദ്ധിക്കണം. ഈ വീക്കിൽ ഹൃദയമിടിപ്പ് വളരെ കൂടുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയം, ഹൃദ്രോഗികൾ, സ്റ്റഡിരുന്ന രോഗികളൊക്കെ വളരെ ശ്രദ്ധിക്കണം. വളരെയധികം ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും ധനുരാശിക്കാർക്ക്. അനാവശ്യമായ ഉദ്വേഗങ്ങൾ തനിക്ക് കൂടുതൽ വരും, ശ്രദ്ധിക്കൂ. പലപ്പോഴും ബന്ധുക്കൾ തന്നോട് കലഹിക്കുന്ന സമയമാണ്. തൻ്റെ പ്രതാപം കാരണം ശത്രുക്കളും ജനങ്ങളും ബന്ധുക്കളും തന്നോട് കലഹിക്കുമെന്ന് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു. തുര്യ ദിനേശെ അതിശോഭാധികാരാൽ ജനസമ്പ്രജൻ വിഗ്രഹം ബന്ധുത്വപി. തൻ്റെ അതിശോഭ കാരണം ബന്ധുക്കളും ജനങ്ങളും തന്നോട് കലഹിക്കും. പ്രവാസി, ദേശം വിട്ടു പോകണമെന്നൊരവസ്ഥ വരും. പലപ്പോഴും പല ആവശ്യങ്ങൾക്കും പ്രവാസം ചെയ്യേണ്ടി വരും. വിവക്ഷാഹവേ മാനഭംഗം, ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ തൻ്റെ അഭിമാനത്തിന് ഭംഗമുണ്ടാകും. തൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ പറ്റില്ല. ശത്രു തന്നെക്കാട്ടും, വിപക്ഷം, ഓപ്പോസിറ്റ് കക്ഷികൾ തന്നെക്കാട്ടും ബലവാനായി തനിക്ക് മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. കഥാചിന്ന ശാന്തം ഭവ്യത്വസ്യ ചേത, തൻ്റെ മനസ്സിലൊരിക്കലും ശാന്തത ഉണ്ടാകില്ല. 4-ാം ഭാവം സുഖമാണ്, സ്വസ്ഥതയാണ്. അവിടെ സമാധാനം ഉണ്ടാകില്ല. എന്താണ് 4-ാം ഭാവം? മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം ജ ലാളിത്യം അംഭ ശാനഞ്ചവൃത്തി പശ്വാദികം
ജന്മഗൃഹ ചതുർത്ഥ. അമ്മ, അമ്മാവന്മാർ, മരുമക്കൾ, ഭാഗിനേയന്മാർ, മരുമക്കൾ, കൃഷിഭൂമി, വീട്, സുഖം, ജലം, വാഹനങ്ങൾ, വേശ്മ, ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. ഒരിക്കലും ഒരു സ്വസ്ഥത ഗൃഹത്തിലുണ്ടാകില്ല. വീട്ടിൽ പലപ്പോഴും അമ്മയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മരുമക്കളായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പൂർവികമായ സ്വത്തിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാകാം. വാഹനങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. ധനുരാശി നിശാരാശിയാണ്. രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കുക. രാത്രിയിൽ വാഹനാപകടം ഉണ്ടാകും. അധോമുഖ രാശിയാണ്. അഭിപദ്യത് ബാഹാദിത പൃച്ഛത, വാഹനത്തിൽ വീഴേണ്ടുന്ന യോഗമാണ്. ജാഗ്രത പാലിക്കുക, ഡ്രൈവിങ്ങിൽ പ്രത്യേകിച്ച്. ഇവിടെ നിർബന്ധമായും ധർമ്മദേവ സങ്കേതങ്ങളിൽ പോകണം. അവിടെ ധർമ്മദേവ സങ്കേതങ്ങളിൽ നിർബന്ധമായും അവിടെ ധർമ്മദൈവങ്ങൾക്ക് എല്ലാവിധ വഴിപാടുകളും ചെയ്ത് ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം വാങ്ങണം. ധർമ്മദൈവം പ്രസാദിച്ചേ കുളിർപ്പൂ തറവാടുകൾ നന്നായി വരട്ടെ. ധർമ്മദൈവങ്ങളെ അനുഗ്രഹം ആവശ്യത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. നന്ദി, നമസ്കാരം.